അസ്സലാമു അലൈക്കും. നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ഏട്ടട തലക്കറിയാണ്, പാലക്കാട് സ്റ്റൈലിൽ ഏട്ടട തലക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് ഞാൻ ഏട്ട കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഏട്ടട തല. പിന്നെ അതിന് വേണ്ടത് 2 തക്കാളി, 3 വലിയ ഉള്ളി, വേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക്. അത് വെട്ടി അത് തോലൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഉരുളിയിൽ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നും കഞ്ഞിറ വെള്ളത്തിലാണ് പുളി ഇട്ട് വെക്കുക കേട്ടോ. അതാകുമ്പോൾ വേഗം ആ ചൂടുണ്ടാവുമല്ലോ. പിന്നെ അടുപ്പത്ത് മങ്കുടുക്കയിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലത്തെ വെള്ളം ഫുള്ള് വറ്റിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെള്ളം ഫുള്ള് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടണ സമയത്ത് ഉലുവ ഇടുക. ഉലുവ ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടണം. കടുക് പൊട്ടാണ്, ഉലുവ ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളി ഒന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വലിയ ഉള്ളി 3 എണ്ണം എടുത്ത് തന്നാണ്, അത് കട്ട് ചെയ്തത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടാൽ നമ്മൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുന്ന പറയും. ഉപ്പിട്ട് നന്നായി ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് വാടിയുണ്ട്. പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി ഇടുക. അത് നന്നായി ഇളക്കുക. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ല വെന്തുടഞ്ഞ് കണ്ടില്ലേ, ഉള്ളി കണ്ടില്ലേ, വെന്തുടഞ്ഞ് തോലുമെന്നൊക്കെ തക്കാളിയൊക്കെ വിട്ട് പോരൽ തുടങ്ങി. ഇനി അതിൻ്റെ ശേഷം നമ്മൾ മുളകും പൊടി ഇടുക. സാധാ മുളക് പൊടിയാണ്. നന്നായി ആ മുളകിൻ്റെ ഒരു കുത്തണ മണം വരില്ലേ, അതൊന്നും മാറി കിട്ടണം വരെ നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം മല്ലിപ്പൊടി ഇടുക. നന്നായി ഇളക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടുക. നന്നായിട്ട് ഇളക്കട്ടോ. ഇതിൻ്റെ പച്ച മണമൊക്കെ ഉണ്ട് മാറണം. നമ്മൾ ഫോണ് എടുക്കുമ്പോഴാണ് ഇത് ഇളക്കുന്നത്. അതാണ് ഫോൺ ഇങ്ങനെ ഇളകുന്നത്. അതിൻ്റെ ശേഷം പച്ചമണം കഴിഞ്ഞാൽ പുളി കഞ്ഞിറ വെള്ളം ഫസ്റ്റ് കുറച്ച് ഒഴിക്കുക കേട്ടോ. അന്ന് അടിതാകുന്ന കാരണം കുറച്ച് ഒഴിക്കുക. അതിൻ്റെ ശേഷം നമ്മൾ നന്നായിട്ട് പുളി തിരുമ്പി പാഞ്ഞ് അത് ഒഴിക്കുക. അങ്ങനെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, ഉപ്പില്ലെങ്കിൽ ഉപ്പിടുക. 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ കറി നോക്കിയാൽ വറ്റിയുണ്ടാവും. ഫുള്ള് വറ്റി കറി കണ്ടില്ല. അതിന് ശേഷം മീനിടുക. മീൻ തലേന്ന്, ഏട്ടയുടെ തലേന്ന് നല്ല അടിപൊളിയാണ് കേട്ടോ. വേറെ ഒരു കൂട്ടാനും വേണ്ട. കളർ നിങ്ങൾ കണ്ടോളി, നല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ ചോറ് മാത്രം ആ കറിയും കൂട്ടിയുണ്ടല്ലോ, വേറെ നമുക്കൊരു കൂട്ടാനും വേണ്ട. ഇവിടെ ഒരു 20 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നേരം ഏട്ടയുടെ കറി ഉണ്ടാവുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് വെച്ച് നോക്കുമ്പോൾ കറിയൊക്കെ വറ്റി ഏട്ടടൊക്കെ വന്ന് നമ്മളൊരു 2 തണ്ട് കറിവേപ്പില കഴുകിയിട്ട് അതിലിടുക. അതിൻ്റെ ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് വെക്കുക, അടച്ച് ഒന്ന് ഇളക്കുക. ഇങ്ങനെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് മറ്റേ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുക. പെട്ടെന്ന് തുറക്കരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കറി ഒന്ന് ചൂടാറിയതിന് ശേഷം തുറന്ന് നോക്കുക.
അപ്പോൾ എൻ്റെ മക്കളെ എന്ത് ചാതില്ല കറിയാന്നറിയാം. പിന്നെ വേറൊന്നും നമുക്ക് വേണ്ട കൂട്ടാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.